എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം. ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. നിങ്ങളുടെ വിമർശനങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒക്കെ കൊള്ളാം. ഞാനെല്ലാം വായിക്കുന്നുണ്ട്, ഞാൻ മറുപടിയും തരുന്നു. അപ്പോൾ ഇന്നേ നമ്മൾ കന്യാകുമാരി തിരുവനന്തപുരം ബൈപ്പാസിൽ കാഞ്ഞിരകുളത്ത് നമ്മുടെ അൽമാസ് കിച്ചൺ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അൽമാസ് കിച്ചൺ ഇത് 2-3 തട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ബേക്കറി, പിന്നെ അവിടെ കഴിഞ്ഞിട്ട് ഒരു കിച്ചൺ, പിന്നെ അപ്സ്റ്റെയർ. അപ്പം ബേക്കറി കാണാം ആദ്യം. വാ. അൽമാസ് കിച്ചൻ്റെ ബേക്കറിയിൽ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ട്. സമോസ, പിന്നെ റോൾസ്, പപ്സ്, ഉഴുന്നുവട, കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ ഇനിയിപ്പോൾ 2:30 മണിയാകുമ്പോൾ ലൈവായിട്ട് അവിടെ ആവുന്നുമുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ നൊക്ലാച്ചി അടിച്ച ഒരു സാധനം എന്താ അവിടെ ഇരിക്കുന്നത്, കുമ്പിളപ്പം, തെരളിയപ്പം എന്നൊക്കെ പറയേ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിടൂല. കാര്യം അത് ഭയങ്കര നൊസ്റ്റാൾജി അടിക്കുന്ന ഒരു സാധനമാണ്. ഈ വയണയിലെന്ന് പറയും ഇതിനെ. വയണയിലെന്ന് നമ്മുടെ നാട്ടിൽ പറയും. മസാലയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടെയാണ്. അതിനകത്ത് മാവ് മിക്സ് ചെയ്തിട്ടാണ് ഈ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. ആ വയണയിലൊരു ടേസ്റ്റ് ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. ആറ്റുകാൽ പൊങ്കാല വരുന്ന സമയത്ത് നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ പൊങ്കാല ഇടുന്നതിൻ്റെ കൂടെ ഈ കുമ്പിളപ്പം കൂടെ ഉണ്ടാകും. നിങ്ങൾ അത് കഴിച്ചിട്ടില്ലേ? ഓ ഇതാ കഴിച്ചാലേ അത് ഫീൽ ചെയ്യും കേട്ടോ. വാതർന്നേ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ. ഇവിടെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റും ഡൈനിങ് ഏരിയ. ഇത്തിരി വിശാലമായ ഏരിയയാണ്. അവിടെ ഒരു അടുക്കളയുണ്ട്. അപ്പോൾ ഈ ഡൈനിങ് ഏരിയയുടെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ചൈനീസ് മീൽസ് എല്ലാം റെഡിയായി വെച്ചിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ഉണ്ട്, കൊഴിയാള, ചൂര, അയല, ചൂര, കൊഴിയാള. അപ്പോൾ ഇതിപ്പോൾ കൊത്തു പൊറോട്ടയാണ് ചെയ്യുന്നത്. ഇവരുടെ സ്റ്റൈലുള്ള കൊത്തു പൊറോട്ട. ഇത് ജീരക റൈസ് എന്ന് പറയുന്നൊരു സാധനമാണേ. നമ്മൾ ഫ്രൈഡ് റൈസിൽ തന്നെയാണ് അടിക്കുന്നത്. അല്ല, ജീരക റൈസ്. കാരണം എന്താണെന്നറിയാം, ഇവിടെ നോർത്ത് ഇന്ത്യൻ ഒരുപാട് പേര് ഇവിടെ ഗസ്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ അവർക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് കൂടെ കൊടുക്കാൻ കണക്കാക്കിയുള്ള ബാക്കിയുള്ള ഐറ്റംസാണ്. അതാ പനീർ ബട്ടർ മസാല. നമ്മുടെ അൽമാസ് കിച്ചണിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ബിരിയാണിയാണ്. ബിരിയാണി ചിക്കനും ഉണ്ട്, പിന്നെ ബീഫും ഉണ്ട്. അവിടെ ബിരിയാണി വലിയ ചെമ്പിലടിച്ച് വെച്ചിട്ട് ബിരിയാണി കോരുന്നത് നോക്കാം. അതാ ഇതാണ് നമ്മുടെ അൽമാസിലെ ബിരിയാണി. ദം ബിരിയാണിയാണ്. ഇവിടുത്തെ ദം ബിരിയാണിക്ക് ഭയങ്കര ഡിമാൻഡ്. ഇനി റെഡിയായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബീഫ് റോസ്റ്റ്, നാടൻ ചിക്കൻ പെരട്ട്, തേങ്ങ അരച്ച മീൻകറി, ബീഫ് ഫ്രൈ, ഇത് ചിക്കൻ കറി. ഇത് ഓരോന്ന് ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ
നാടൻ കോഴി പെരട്ട് രക്ഷയില്ലാത്ത സാധനം. ഞാൻ വന്ന ഉടനെ ശകലം ഒരു കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്തു. ഒരു നിവൃത്തിയില്ലാത്ത സാധനം. നാടൻ കോഴി പെരട്ട്, അതുപോലെ തന്നെ ബീഫ്, ഇത് ഈ കല്ലിൽ തന്നെ വെച്ചിരിക്കുന്നുണ്ട്, നന്നായിട്ട് ചൂടായി കിടക്കും. അപ്പോൾ ഉച്ച സമയമാണ്. അൽമാസ് കിച്ചണിൽ നല്ല തിരക്കാണ്. ഇത് മുകളിലത്തെ അടുക്കളയാണ്. അൽമാസ് കിച്ചണിലെ ഒരു ഫേവററ്റ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിമാൻഡുള്ളൊരു സാധനമുണ്ട് ഇവിടുത്തെ മന്തി. നമ്മുടെ അമ്മ വീട്ടിലെ മന്തി പോലെയാണ്. അതായത് കുഴിമന്തി അല്ല, അൽഫാം മന്തിയാണ്. അൽഫാം മന്തി. അപ്പോൾ അൽഫാം മന്തി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഉണ്ണിയാണ് ഇവിടുത്തെ ആള്. എത്രയാണ്? ഒരു ഹാഫ് റൈസ് അല്ലേ? ഓക്കെ, അടിപൊളി റൈസായി. ഇനി ഇതിലേക്ക് ബാക്കി സെറ്റ് ചെയ്യും അല്ലേ? ആ, യെസ്. ഉച്ചയൂണിൻ്റെ തിരക്കുകളാണ്. നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കാനുണ്ട്. അപ്പം നമ്മൾ എണ്ണക്കടിയുടെ സമയമായോ എന്ന് മനുഷ്യട്ടൊന്ന് ചോദിച്ചു നോക്കട്ടെ. മതിച്ചേട്ടാ, എണ്ണക്കടി ഇടാനുള്ള സമയമായോ? ഓക്കെ ഓക്കെ, ഇതാ വരണേ. ആയി. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പം മതിച്ചേട്ടൻ വിളിച്ച് ബാക്കി വിട്ടെങ്കിൽ പറഞ്ഞോളൂ. അതിന് മുമ്പ് ഇവിടെ ഇട്ട് ഇവിടെ റെഡിയായി. എണ്ണക്കടികൾ പഴംപൊരി, ഈ മാവിൽ പഴംപൊരി, പിന്നെ മോദകം. മോദകം എന്ന് പറഞ്ഞാൽ സുഖിയോ കേട്ടോ. ഓ, സുഖിയൻ അഥവാ മോദകം. ഇത് ചെറുപയർ, ഇതിനകത്ത് ചെറുപയർ, തേങ്ങ, ശർക്കര. അതിങ്ങനെ ബോള് പിടിച്ച് വെച്ചിരിക്കുക. ഇത് മാവിലേക്ക് ഇട്ടതിന് ശേഷം നേരെ എണ്ണയിൽ. അപ്പം ഇലയടയായി, പഴംപൊരി, വാഴക്കപ്പായി, പിന്നെ സുഖിയനായി. അടുത്ത് പരിപ്പോട. പരിപ്പോടയ്ക്ക് തീ കുറയ്ക്കണം അല്ലേ? ആ, എണ്ണ ചൂട് കുറവായിരിക്കണം. ഓവർ ചൂടാണെങ്കിൽ നമ്മൾ ഇട്ടുടനെ പരിപ്പേർ കരിയും. ഞാട്ടിയിടുന്ന അവിടെ ഇത് നമ്മൾ ഉരുട്ടി മോളാക്കിയിട്ട് വേണം അടിച്ചിടാൻ. അപ്പൊ അതനുസരിച്ചുള്ള തീ അവിടെ ഇല്ലെങ്കിൽ ആദ്യം ഇടണത് കരിഞ്ഞു. മുകളിലും താഴെയും ഒരുപാട് കിച്ചണുണ്ട്. അവിടെ എവിടെയൊക്കെ എന്ന് പറഞ്ഞ സമയം പോയി. ഇനിയും ഈ എണ്ണക്കടികൾ ഇടാനുണ്ട്. അപ്പോൾ നമ്മളിതുവരെ ഫുഡ് ടേസ്റ്റ് ചെയ്തില്ല. ഉള്ള ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം കേട്ടോ.
ഷവർമ ചിലർക്ക് ഇഷ്ടമുണ്ട്, ചിലർക്ക് ഇഷ്ടമില്ല. ബേസിക്കലി വ്യക്തിപരമായി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഷവർമ. ഇഷ്ടമുള്ളവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇത് മോശം എന്നുള്ളതല്ല പറഞ്ഞാൽ എനിക്കെന്തോ ഇഷ്ടമല്ല. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുള്ള ദുബായിൽ നമുക്ക് ഈ UAE പോകുന്ന സമയത്ത് അവിടെ ഇത് വളരെ മനോഹരമായി കൃത്യമായി ചെയ്യുന്നുണ്ട്. ചില കടകളിൽ പറയുന്ന ടൈപ്പിലല്ല ചെയ്യുന്നത്. മാത്രമല്ല മാസ്ക് ആയിട്ടല്ല വയ്ക്കുന്നത്. ഇതിന് ഇനി ഒരു മൂടിയുണ്ട്. ഇത് നമ്മളെ കാണുന്നതിന് വേണ്ടി ആ മൂടി മാറ്റി വെച്ചിട്ട് ഇത് കാണിക്കുകയാണ്. ആരോഗ്യകരമായി എന്ത് ഭക്ഷണം ശുചികരമായ രീതിയിൽ പാചകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. പിന്നെ എനിക്ക് ബേസിക്കലി പേഴ്സണലി ഇത് ഇഷ്ടമല്ലാത്തൊരു ഭക്ഷണമാണ്. ഇഷ്ടമുള്ളവർ ഒരു തരത്തിലും എന്നെ ചീത്ത വിളിച്ച് കൊന്നുകളയരുത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. പക്ഷേ എങ്കിലും ഞാനത് മനസ്സ് തുറന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാഞ്ഞിരംകുളത്തുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ അൽമാസ് കിച്ചണിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഉച്ചക്കടയിൽ വന്നപ്പോൾ ജർമ്മനി എന്ന് പറഞ്ഞ ഒരു ഉഗ്ര റെഡിമെയ്ഡ് ഷോപ്പുണ്ട്. ഇന്നത്തെ ഞാനിട്ടിരിക്കുന്ന ഈ ഷർട്ട് ജർമ്മനി എനിക്ക് സ്പോൺസർ ചെയ്തതാണ്. എൻ്റെ അനോഫ് ഇവനൊരു ഭീകരനാണ്. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, തിരഞ്ഞാൽ കിട്ടാത്ത തരത്തിലുള്ള ഡിസൈൻസിലുള്ള കുറേ സാധനങ്ങൾ ജർമ്മനിയിലുണ്ട്. പ്രത്യേകിച്ച് മെൻസ് വെയർ, പിന്നെ കിഡ്സും ടീഷർട്ട് അല്ലേ, ജാങ്കോസ്. എന്താണ് അതിനൊക്കെ ഒരു സന്തോഷമില്ല? എല്ലാം ഉണ്ടെന്ന് പറഞ്ഞത്. എടാ മറ്റേ എവിടെ? അജ്മൽ ദുബായിൽ. അജ്മലേ, ഞാൻ കഴിഞ്ഞ വന്നപ്പോൾ അജ്മലിനെ കണ്ടു. അജ്മൽ പ്രാന്തെടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. ദുബായിലുള്ള അജ്മലിൻ്റെ സുഹൃത്തുക്കൾക്കും ഹായ്. ജർമ്മനിയിലെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് കണ്ടിട്ടേ നമുക്ക് നേരെ ഒറ്റ ഓട്ടം ഓടാം. അവിടെ നമ്മുടെ കാര്യം നടക്കട്ടെ. ഞം ഭക്ഷണം. എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം. ഉച്ചയ്ക്കുള്ള നല്ല തിരക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഗസ്റ്റുകളുള്ള ദിവസം കൂടെയാണ്. താഴെ ഒരു ഫ്ലോറുണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ ഒരു കിച്ചണുണ്ട്, ഇവിടെ ഒരു കിച്ചണുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത മീൽസിനെക്കാളും ഇവിടുത്തെ മന്തി അതുപോലെ ബിരിയാണിയാണ്. ബിരിയാണി 1 കിലോ ബിരിയാണി 199 രൂപയാണ്. അതൊരു പാക്കേജായിട്ടാണ് കൊടുക്കണം. വലിയ വറുത്താണ്. ഒരു 3 പീസ് ചിക്കൻ കാണും, പിന്നെ സലാഡ്, ബാക്കിയുള്ള അതിൻ്റെ അരിസാരികളെല്ലാം കൂടെ. അപ്പോൾ നിങ്ങൾ ഈ കാഞ്ഞിരംകുളം ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ അൽമാസിൻ്റെ ബിരിയാണി കഴിക്കാൻ മറക്കരുത്. ദം ബിരിയാണിയാണ്. 199 രൂപയുള്ളൂ 1 കിലോ ബിരിയാണി കേട്ടോ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളൊരു സാധനമാണ് ബിരിയാണി. ഞാൻ ഒന്ന് നോക്കട്ടെ. ബിരിയാണി അടിയിലത്തെ ദം ബിരിയാണി ആയതുകൊണ്ട് ഒരു സ്പൂണൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം കൂടെ കഴിക്കാൻ വയ്യ. ആ ദമ്മിൻ്റെ ആ സാധനം എല്ലാം കൂടെ വളരെ ബിരിയാണി കൊള്ളാം കേട്ടോ. ഇനി ഇവരുടെ അടുത്ത ഹൈലൈറ്റ് സാധനമാണ് മന്തി റൈസ്. നോക്കട്ടെ. മന്തി റൈസ് പക്ഷെ ബിരിയാണി സൂപ്പർ കേട്ടോ. ഇനി എനിക്കും ഇവിടുത്തെ ടേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ നിശ്ചയിച്ചു വന്നൊരു സാധനം ചിക്കൻ പെരട്ട്. ഇത് അല്പം ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മളെ ശകല ചോറിട്ട് ചിക്കൻ പെരട്ടെന്ന് വെച്ച് നോക്കാം. നാടൻ ചിക്കൻ പെരട്ടാണ് കേട്ടോ. ഞാൻ അവിടെ ഇളക്കിയപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് നാടൻ പെരട്ട്. നോക്കട്ടെ, അതിൻ്റെ ഗ്രേവി എല്ലാം കൂടെ ഇത്തിരി ചോറിൽ ഒന്ന് കുഴച്ച് പറക്കി എടുത്ത് ആദ്യം ഗ്രേവി ഒന്ന് കഴിച്ചു തന്നെ. നാടൻ കോഴി പൊളി കേട്ട്. അതായത് എല്ലും ഗ്രേവി അതിനകത്ത് കഴിച്ച് അതിൻ്റെ സത്തെല്ലാം കൂടെ സമയമെടുത്ത് ഇറക്കണം. എങ്കിൽ
അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആഹാ, നാടൻ കോഴിയായിട്ട് എല്ലുണ്ട്, അത് ചവച്ച് നല്ല രീതിയിൽ അരച്ച് അതിൽ നിന്ന് ഇറങ്ങുന്ന ചാറ് നമുക്ക് കിട്ടണം. ഒഴിവാക്കാൻ പറ്റുമല്ലോ, നല്ല തേങ്ങ അരച്ച മീൻ കറിയാണേ. ആഹാ, ഇനി ബീഫുണ്ട്. നാടൻ ചിക്കൻ കറി ശകലം ഒന്ന് കഴിച്ചോട്ടെ. നാടൻ ചിക്കൻ കറി ബ്രോയിലർ ചിക്കനാണ്, നാടൻ സ്റ്റൈലിൽ വെച്ച ചിക്കൻ കറി. അതും കൊള്ളാം. അവയുണ്ട്, തോരനുണ്ട്, കിച്ചടിയുണ്ട്, അച്ചാറുണ്ട്. പക്ഷേ നമ്മുടെ കാഞ്ഞിരക്കുളം ബൈപ്പാസിലേക്ക് നിങ്ങൾ തിരുവനന്തപുരത്ത് വരികയാണെന്നുണ്ടെങ്കിൽ കന്യാകുമാരിയിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞാൻ ഇത്ര കഴിച്ചെങ്കിലും എനിക്കിപ്പോഴും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബിരിയാണി. അതുകൊണ്ട് തുടങ്ങിയതും അതിൽ അവസാനിക്കുന്നതും അത് വെച്ച് അവസാനിപ്പിക്കാം. ഇതാ അല്പം ബിരിയാണി റൈസും ഇത്തിരി നാടൻ കോഴി പെരട്ടൂടെ അതിലടിച്ച് നോക്കട്ടെ. ബിരിയാണി റൈസും ഇതാ നാടൻ കോഴി പെരട്ടിയും എങ്ങനെ ഇരിക്കണം നോക്കട്ടെ. വേറെ ടേസ്റ്റ് ആയിരിക്കില്ല. അതുകൊള്ളാം, അത് വേറെ ടേസ്റ്റ്. അപ്പോൾ എല്ലാ സൗഹൃദങ്ങളും നല്ല നമസ്കാരം. ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. നിങ്ങളുടെ വിമർശനങ്ങളെയൊക്കെ ഞാൻ അങ്ങനെ തന്നെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ എല്ലാ ചങ്കുകളെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അൽമാസിൽ, നമ്മുടെ കാഞ്ഞിരക്കുളം ബൈപ്പാസ് അൽമാസിൽ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. ആ നാടൻ കോഴി കൂടെ കൂട്ടി ഒരു പിടിയപ്പെട്ട് പിടിച്ചാണ്. ബാ ഇതാ ഒരു ഉരുള ഇതിനകത്ത് നാടൻ കോഴിയുണ്ട്. ബിരിയാണി, ദം ബിരിയാണി ചോറിൽ കുഴച്ച് വച്ച നാടൻ കോഴിപ്പെരട്ടും കൂടെ ഇങ്ങനെ